ಸಾರಿ, ಕತ್ತಲಿಂದ ಏನು ಕಾಣಿಸ್ತಾ ಇಲ್ಲ. ತಪ್ಪಾಯ್ತು. ಆಯ್ತು ಆಯ್ತು. ಜಾಕಿ ಚನ್ ಬಂದಿದೆಯಾ? ಇಲ್ಲ, ನಾನು ಒಬ್ಬನೇ ಬಂದಿದ್ದು. ನಾನು ಫಿಲಿಂ ಹೀರೋ ಬಗ್ಗೆ ಕೇಳಿದೆ. ಮೊನ್ನೆ ಟಿಕೆಟ್ ತಗೊಳ್ಳೋಕೆ ಟ್ರೈ ಮಾಡಿದೆ, ಸಿಕ್ಕಿಲ್ಲ. ಏನ್ ಜನ. ಅದಿಷ್ಟ ಇವತ್ತು ಸಿಕ್ಕಿದೆ. ಶುರುವಾಗಿ ಸುಮಾರು ಟೈಮ್ ಆಯ್ತಾ? 5 ನಿಮಿಷ ಆಯ್ತು. ದೇವ್ರೆ, 5 ನಿಮಿಷ ಆಯ್ತಾ? ನೋಡು ಗಿರಿಜೆ, ನೀನೊಬ್ಳೇನೇ ಕಾರಣ. ನಾನು ಆವಾಗಲೇ ಹೇಳಿದೆ 12 ಗಂಟೆ ಫಿಲಿಂ ಶುರುವಾಗಿ ತಿನ್ನಿದೆ. ಹೀರೋ ಇಂಟ್ರೊಡ್ಯೂಸ್ ಮಾಡಿದ್ಯಾ? ಇದಾದ್ಮೇಲೆ ಹೇಳ್ತೀನಿ. ನಾವು ಬರಕ್ಕೆ ಮುಂಚೆ ಏನ್ ನಡೆದು? ಯಾಕೆ ಚೇಸ್? You've got to trust me. Will it work? Yes. ഓ പിന്നെ അയാളെന്താ ജാക്കി ചാൻ എങ്ങനെ ബലം പിടിക്കാൻ? ഇനി 1.5 മണിക്കൂർ കൂടി ഇതിനകത്തിരുന്ന് ബോറടിക്കണം. എങ്ങനെയെങ്കിലും 2 മണി കഴിഞ്ഞിട്ടേ മതിയായിരുന്നു. നമ്മുടെ ജാക്കി ചാൻ വാടി, ബാക്കി കഥ ചോദിച്ച് വട്ടളക്കാം. ಚೇಸ್ಕ ಮುಂಚೆ ಆಕ್ಚುಲಿ ಏನ್ ಕಥೆ ನಡೆದು? ನಿಮ್ಗೆ ಈಗ ಏನು ಬೇಕಾಯ್ತು? ನಂಗೆ ನಾವು ಮಿಸ್ ಮಾಡಿದೆ ಕಥೆ ಬೇಕು. ಕಥೆ ಹೊರಗಡೆ ಹೇಳಿದರೆ ನೋಟಿಸ್ ಸಿಗುತ್ತೆ, ಆದ್ರೆ ಇಲ್ಲಿ ಕಥೆ ಇರುತ್ತೆ. ತಗೊಂಡು ನೋಡಿದ್ರೆ ಕಥೆ ಗೊತ್ತಾಗದು. ಗೊತ್ತಾಯ್ತಾ? പാവം, നമ്മളോട് കഥ പറയാൻ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ലടി. ഓ, പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുക അല്ലേ? പൊട്ടൻ വെടിക്കെട്ടെ കാണാൻ വന്നിരിക്കുക അല്ലേ? പൊട്ടന്നിന്റെ തന്ത. Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock itself. എന്താ മുകുന്ദ വൈകിയത്? വണ്ടി ലേറ്റ് ആയോ? 3 മണിക്കൂർ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനൊരു നോൺഷയ്ക്ക് കയറി. ഞാൻ നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു. റഷീദേ, 2 ചായ പറഞ്ഞോ. നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല. ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും. പോണ വഴി വർക്ക്ഷോപ്പിലൊന്ന് കയറണം. പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം. ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം? ചില്ലറ പ്രശ്നം. നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യമാണെന്നും പറഞ്ഞു. പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആളെങ്ങനെയാ? സ്മോളിന്റെ ആളാ? സ്മോളിന്റെ അല്ല, ലാർജിന്റെയാ. പക്ഷെ ആൾ അഭിമാനിയാ. കയ്യിന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത്. നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്താ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ വീട്. ഒരു സാധു സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവരെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ ഇത്തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്ന വാങ്ങിച്ചത്? എവിടുന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ഷർട്ടൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ട കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. വയ്യെങ്കിൽ ഈ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? മുന്തട്ടാ, മുന്തട്ടാ. ആരാ? ഞാനാ, റഷീദ്. എന്തടാ ഈ നേരത്ത്?
ഹൈവേയിലെ ചാമുണ്ടി ഹില്ലിനപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്കുക. നീ പൊക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ? ನಾನು ನೈಸ್ ಸರ್ವಿಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಹೇಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ. ನಾಯರ್ 3 ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು 2 ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ದಕ್ಕೆ ಲೇಟ್ ಆಗಿದೆ. ಆಗ ರಾಂಬಾ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು, ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಂಬಾಯ್, ಕರ್ಕೊಂಡೋಗಿ. ಏಯ್ ಈ ಗಾಡಿ ಬಂದೈತೆ ಎದ್ದೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ 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 ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. എടി, നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അത് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ഓ, അന്ന് കണ്ടപ്പോ ഡ്രൈവറാണെന്ന് തോന്നിയതേ ഇല്ല. ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ. ಏಯ್ ಬೇಗ ಹೋಗಿ ಆ ಗಾಡಿ ಕಳಿಸು. ಕಳಿಸ್ತೀನಿ. ಗಾಡಿ ನಿಂದೇನಾ ಅಲ್ಲ ನೀವು ಬಾಡ್ಗೆಗೆ ಓಡಿಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ സ്വാമി. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ? പിന്നെ നമ്മുടെ ബാലയിൽ ചേരണമെന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷ് പറഞ്ഞ കേട്ടു അടുത്ത വർഷം രാമായണം കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. ಅದೇ ಛಾಯ. ಏಕೆ ನಗ್ತಾ ಇದೆ? ಅದು ನನ್ನೆ ವೀಕ್ಲಿನಲ್ಲಿ ಓದಿದ ತಮಾಷೆ ಬಗ್ಗೆ ನಗುತ್ತಾ ಇದೆ. ಓ, ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ. ಇದೇ ನಂದು ಜಾಗ. ಎದ್ದೇಳು, ಮನೆ ಬಂತು. ಹೋಗ, 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ಹೋಯ್ತಲ್ಲಪ್ಪ. ನಾಳೆ ನೋಡುವ. ಸರಿ ಸರಿ, ನಾಳೆ ಅಲ್ಲಿ ಮೀಟ್. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചു കേട്ടോ. ಇನ್ನು ಎಷ್ಟು ದೂರ ಇದೆ ನಿನ್ ಮನೆಗೆ? 10 ಕಿಲೋಮೀಟರ್ ಇದೆ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಇಲ್ಲಿ ನಿಲ್ಸು. ಹುಡುಗಿ, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ഓ, ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. ഇന്ന് ചേച്ചി, ഇത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരേണ്ടതല്ലേ, കയ്യിലിരുന്ന ചെലവായി പോവും. എന്തേ? അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പോഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. പുറത്തുനിന്ന് അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഒരൊറ്റടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല.
അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല നോക്കൂ, ഒരു കാര്യം പറയട്ടെ. അതല്ല ഞാൻ പറഞ്ഞുതരാ. അയ്യോ എന്റെ ഷർട്ട്. അതേ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സജു ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്കാ വേണ്ടത്. അതെന്റെ ആ അണ്ടർവെയർ എന്താ ഇന്നോ മോനെ? നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാ. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിവസങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ಏನ್ ಗೋಪಾಲ ನೀನ್ ಎಲ್ಲಿದೀಯಾ? ನಾನು ಎಲ್ಲಿ ಹೋಗ್ಲಿ, ಇಲ್ಲಿನೇ ಇದ್ದಲ್ಲ, ನೀನೇ ಕಾಣಲಿಲ್ಲ. സാറിന് ഭാഗ്യമുണ്ട്. അല്ല ഏതായില്ലോ, കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെള്ളം വീണാൽ വെച്ചടി വെച്ചടിയോ. അല്ല ഉയർച്ചേ, നമുക്കിവിടെ കൂടാല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെയാ, കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതാ കണ്ടോ. ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. വാ സാർ, എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണോ പോയത്? വലർക്ക്. നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ അല്ല, ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. അല്ലേ? ആര് പറഞ്ഞു സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് വാടക വരും? പേര് ചെയ്യും 400 രൂപയേ ഉള്ളൂ. 400 രൂപയാ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണർ കണ്ട് ശരിയാക്കാം. ശാരദാമേ, ഞാനൊരു കാര്യം ഏറ്റതാ. വീട് ഞാൻ കാണിച്ചു, അഡ്വാൻസ് തരാൻ വന്നാ. മലയാളിയാ, നായരാ, നല്ല ആളാ, നിങ്ങൾക്ക് ഒരു സഹായം. അല്ല, 400 രൂപ എന്ന് പറയുന്നത് വലിയ ഉപകാരമായിരിക്കും സാറേ. വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. 2 പെൺകുട്ടികളും വയ്യാണ്ട് കിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ. ആ അഡ്വാൻസ് കൊടുക്ക സാറേ, ഐശ്വര്യമായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനേ, അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയിലെന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ. നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടിക്കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കളച്ച് നാട് നീളെ ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ. എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്നു ഗൗരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 1 രൂപ കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അംഗം വിട്ടു. അതേടോ, അംഗം വെട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപയെ എന്ന് വെച്ചാൽ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? എടി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നോക്കിയേ, ഉള്ളിക്ക് ഇന്നലെ എന്തായിരുന്നു വിലയെന്ന്? അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ 14 രൂപന്ന്. അത് ശരി. അപ്പൊ പത്രം നോക്കിയിട്ടാ കച്ചറ ഉണ്ടാക്കുന്നേ. ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ.
ആ കാശെടുത്ത് സാധനം കൊടുത്ത് സ്ഥലം വിടറോ. പൈസ. അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അത് BBC ആണോ ടെലി ന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലിൽ ലഹളയൊക്കെ ഉണ്ടാവും. എന്നാ പൈസ കൈ താഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. പൊളിച്ചല്ലേ, നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. ഗുഡ് മോർണിംഗ് സാർ. Yes, morning. ഞാൻ നായർ ട്രാവൽസിൽ നിന്നാ. Yes, what do you want? അല്ല, സ്യൂട്ട് നമ്പർ 6 സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായർ റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ? പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാറ് വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാറ് പറഞ്ഞു? ഓ, വാ പോവാ. അല്ല, സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ? ജസ്റ്റ് മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കന്റോൺമെന്റ് ഏരിയയാണ് സാർ. അവിടെ ചെക്കിങ്ങും ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓ, ഐ സി. എങ്കിൽ ലെഫ്റ്റ്. ഞാൻ പണം കേട്ടില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ രണ്ടുമൂന്നെണ്ണം കഴിച്ചില്ലേ. കഴിക്ക് മാളെ. വേണ്ട വേണ്ട ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. നാളെ നിന്നോട് എന്താ ചേട്ടാ? അതെ, നാണയമൊന്നുമില്ല ചേട്ടാ. പൈസ കടച്ചു ഒതുക്കിയാണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴി. എന്താ സാർ? നല്ല ദാഹം. ഒരു ബിയറിന് കമ്പനി വിടണോ? വേണ്ട സാർ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. ആ, നല്ലതാ. എന്നാ വണ്ടി അധികം എടുത്തോളൂ. ಭಾರತ ನಿಲ್ಸಿದಾನೆ. ನನ್ ಪೆಗ್ ದುಡ್ಡು ನೀನೇ ಕೊಡ್ಬೇಕು. ಆಯ್ತು ನಡಿ, ನಾವು ಜಲ್ದಿ ಬರ್ತೀವಿ. ಹೌದು ಹೌದು. ಇರಪ್ಪ, ನಾನು ಬರ್ತೀನಿ. ഡേഡി, നമ്മുടെ ജാക്കച്ചനല്ലേ? അയ്യോ, വാ. എന്താ ഇവിടെ? അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കുക. ഞങ്ങള് പ്രോഗ്രാമിന് പോവാ. അപ്പൊ ആണുങ്ങള് ദാഹശമനത്തിനായിട്ട് അല്ലേ? ആ, ഞങ്ങള് കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. നേരം കിട്ടുമ്പോഴേക്ക് ഒന്ന് ഗുണദോഷിച്ചൂടെ? അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ല, അകത്തേക്ക് പോയിരിക്കുന്ന ആരൊക്കെയാ? ദുഷ്യന്തൻ, വിശ്വാമിത്രൻ, കണ്ണൻ, ദുർവാസാവ്? ഇല്ലില്ല,
ദുഷ്യന്തനാ ശീലമൊന്നുമില്ല. മൂപ്പര് വണ്ടിയിലുണ്ട്. ഈ കണ്ണൂനെങ്ങനെ നല്ല കീറാ? നല്ല വെള്ള. അവര് വന്നു. ശരി ശരി. രാവിലത്തെ കാശ്. അത് ഞാൻ പറഞ്ഞില്ലേ, വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനത് കച്ചവടക്കാരൻ്റെ വാങ്ങിച്ചോളാം. അത് പറ്റില്ല. ചെറുതായാലും ഒരു കടബാധ്യത, അതൊരു ടെൻഷനാ. സ്റ്റേജിൽ കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല. എന്നങ്ങ് തന്നേക്ക്. ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ട. ഞാൻ പോട്ടെ. പിന്നെ വണ്ടി രാത്രിയിൽ പണി മുടക്കോ? നമ്മുടെ കാർ എപ്പോഴും റെഡിയാ.